ഇന്ന് നമ്മള് നാട്ടില് കുറെ കാലങ്ങൾക്ക് ശേഷം അല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി ഇവനെയും കൂട്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിലാട്ടോ പോയത്. അവിടുന്ന് ഇറങ്ങി വണ്ടിയുടെ ഓയിൽ മാറി നേരെ കയറി പൊല്യൂഷൻ എടുത്ത് അതുവഴി ക്ലബ്ബ് കയറി കുറച്ചു നേരം ക്യാരംസും കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ നാട്ടിലുള്ള ചങ്ങായിമാരെ കണ്ടിട്ടാന്ന് തുടങ്ങി. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് നേരത്തെ കാണിച്ചവന്റെ വീട്ടിലോട്ടാണ്. അവന്റെ പേരിന്റെ അടുത്ത് വലിയൊരു സംഭവം ഉണ്ട്. ക്യാമറ ഓൺ ആക്കുന്ന കണ്ട് ഒരുത്തിന്റെ തല പോയതുണ്ട്. പ്രകൃതി ആസ്വദിക്കുന്ന പോലെ ഇനി ഒരു നാച്ചുറൽ ആക്ടിങ് കാണിച്ചാലോ. അങ്ങനെ ഗൈസ് നമ്മൾ ആ അന്യഗ്രഹത്തിലെത്തി. ഇവിടെ എത്തുന്നതിനേക്കാളും ഒരു ടാസ്ക് വേറെ ഒന്നായിരുന്നു. ഇപ്പൊ പുറകിലുണ്ടെങ്കിൽ ഏതൊരു കയറാത്ത വണ്ടിയാണെങ്കിൽ കേറി അങ്ങ് പൊക്കോളും. അങ്ങനെ നമുക്ക് വഴി കാണിക്കാൻ ഗൈഡ് ഉണ്ണിക്കണ്ണൻ ഇവിടെ റെഡി ആയിട്ട് അങ്ങനെ നടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മൾ ആ സ്ഥലത്തെത്തിട്ടോ. ഈ കേവിനെ പറ്റി ഞാൻ ഇതിൽ എഴുതിയ പോലെ ചുരുക്കി പറഞ്ഞുതരാം. അതായത് രണ്ടാമത്തെ പഴശ്ശിയുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ പനമരത്തിലെ കൊട്ടാരം നശിപ്പിച്ചപ്പോൾ ഈ ഒരു ഗുഹ ഒളിത്താവളമായും പ്രതിരോധ കേന്ദ്രമായും ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ ഇടാം. കുറച്ചങ്ങ് ഉള്ളോട്ട് പോയപ്പോ അകത്ത് മൊത്തം വെള്ളവും ചെളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിന്റെ പുറത്തിറങ്ങിയപ്പോ ഒരുത്തെ എന്താ പറഞ്ഞേ എന്താ പറയും. നമ്മൾ അത്രയും ആൾക്കാർ കേവിനകത്ത് കയറിയപ്പോ കേവിന്റെ അകത്ത് പോലും കയറാണ്ട് ആ ബോർഡ് വായിച്ചിരുന്നു. ഓ വായിച്ചാട്ടോ. അത് കഴിഞ്ഞപ്പോ ഒരു മുള്ളമന്തിന് മുള്ളുമ്പോ പമ്പറുണ്ടാക്കി. അങ്ങനെ അതെല്ലാം കണ്ട് അതിന് തിരിച്ചു എന്റെ വീട്ടിൽ തന്നെ എത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എല്ലാരും പുറകെ പോയി. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ചറിന് സാധനം കേട്ടോ തിരിച്ച് മെയിൻ റോഡ് എത്തുന്ന വരെ. ആരും ഫോൺ എടുക്കാതെ ചെങ്ങൈമാരെല്ലാരും ഒരുമിച്ച് കൂടി ടൈം ആയതുകൊണ്ട് ഭയങ്കര രസം. ഹോംവർക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ പോകുന്ന ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കളിച്ചാൽ പിന്നെ മുടി നോക്കി ഡാമിൽ നിന്ന് വെള്ളം ചാടാൻ നിൽക്കുന്ന പോലെ നമ്മുടെ ടീമിന്റെ മെയിൻ പ്ലെയർ അവിടെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ മാച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പൊരയിലെത്തിയപ്പോ വാതിലും തുറന്നിട്ടില്ല. എന്നാ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.